നമസ്തേ. നിങ്ങൾ സുഹൃത്തുക്കളുമായി ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളുമായി വളരെ വേഗത്തിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. കാരണം നിങ്ങൾക്ക് പരസ്പരം അറിയാം, അതുകൊണ്ട് തന്നെ ഒരു റാപ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായി ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം കൂടുതൽ കാണും. എന്നാൽ എപ്പോഴും ഇത് നല്ലതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബിസിനസ് മുഴുവനും ഡോക്യുമെന്റ് ചെയ്ത ഒരു ബിസിനസ് ആയിരിക്കണം. അതായത് എഴുതി തയ്യാറാക്കി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു ധാരണ ആദ്യമേ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ സ്ഥാപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഷെയർ എത്രയാണെന്ന് വ്യക്തമായി അത് കാണിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ റോൾ എന്താണെന്ന് വ്യക്തമായി നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ ലാഭം എങ്ങനെയാണ് വീതിക്കേണ്ടത് എന്നുള്ള ഒരു മുൻധാരണ അത് ഡോക്യുമെന്റ് തയ്യാറാക്കി വച്ചിരിക്കണം. ഇതെല്ലാം രജിസ്റ്ററും ചെയ്യണം. പലപ്പോഴും പല ആൾക്കാരും ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ആദ്യ തുടക്ക കാലഘട്ടങ്ങളിൽ വളരെ സ്നേഹത്തോടു കൂടി പോകും. എന്നാൽ വൻ വിജയങ്ങളോ അല്ലെങ്കിൽ വൻ ബാധ്യതയോ ഉണ്ടാകുന്ന സമയത്താണ് പരസ്പരം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.